എൻ്റെ പേര് ഷെർലി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശിനിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കാര്യമാണ്. അതായത് മോള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു വയറ്റിന്. പക്ഷേ മോള് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 4 ദിവസം മോള് ICUവിലായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഹാർട്ടിന് ഹോളായിരുന്നു. 4.5 ഹോളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഈ സർജറി വഴിയേ നമുക്കത് ശരിയാവത്തുള്ളൂ. അടയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു 10-12 വയസ്സാകുമ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം അടുത്തുള്ളൊരു ചേച്ചി ഈ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കൊണ്ട് തരികയും ഞാനത് വായിക്കുകയും ചെയ്തപ്പോൾ ഇതേപോലെ ഒരു കുട്ടിക്ക് ഇതേപോലെ തന്നെ 4.5 ഹോളുണ്ട്. അതവർ സാക്ഷ്യം പറഞ്ഞതായി ഞാൻ ഉടമ്പടി പത്രത്തിൽ കണ്ടു. അപ്പോൾ ഞാനും ആ നിമിഷം ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് ഇവിടെ പ്രാർത്ഥന സഹായമെന്നും പറഞ്ഞ് നമ്പറിലോട്ട് വിളിച്ച് സിസ്റ്റർ ഫോൺ എടുത്തതിന് ശേഷം ഞാനിങ്ങനെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ് തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മോളുടെ ഹാർട്ട് ഹോൾ അടഞ്ഞതായി എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി. ഞങ്ങളൊരു 6-7 മാസം കഴിഞ്ഞു എക്കോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായും ഇത് മാറിയിരിക്കുന്നു. ഡോക്ടറിന് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത്രയും പെട്ടെന്ന് ഈ ഹോൾ എങ്ങനെയാണ് അടഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് നേരത്തെ എത്രയുണ്ടായിരുന്നു. നേരത്തെ 4.5 ഉണ്ടായെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് ഇത്രയും പെട്ടെന്ന് അറിയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മോളെ എക്കോ എടുക്കുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നത്. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് മോൾക്ക് പിന്നെയും ഈ കരച്ചിൽ എന്ന് വെച്ചാൽ മോള് ഒരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷം നിർത്താതെ കരയും. എന്താ കരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പാലും കുടിക്കില്ല, ആരടുത്തും പോകത്തുമില്ല, ഭർത്താവിൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ആരടുത്തും പോകില്ല. അപ്പം നിർത്താതെ ഇങ്ങനെ കരയും. എന്തുകൊണ്ടാണ് ഈ കൊച്ചു കരയുന്നതെന്ന് നമുക്കറിയില്ല. തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഹൈബ്രോ പൊട്ടിസ് എന്ന് പറയുന്നൊരു ഓട്ടിസമാണ്. ഇത് നമുക്ക് മെഡിസിനും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കിത് കൗൺസിലിംഗ് കൊണ്ടേ മാറത്തുള്ളൂ. അത് കൗൺസിലിംഗ് മനസ്സിലാകണമെങ്കിൽ കൊച്ചിന് എങ്ങനെയെങ്കിലും ഒരു 10-12 വയസ്സെങ്കിലും ആകണം. അതുവരെ നിങ്ങളതിനെ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇയാൾ പേടിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ഒരിത് വരാൻ കാരണം എന്ന് പറഞ്ഞു. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കസേരയിലൊന്നും ഇരിക്കാൻ പോലും പേടിയായിരുന്നു. എല്ലാത്തിനോടും ഒരു പേടി. അതാ കൊച്ചിന് നന്നായിട്ട് സംഭവിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇതിന് വേറൊന്നും ചെയ്യാനില്ല, മരുന്നൊന്നുമില്ല, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചിനെ സ്നേഹത്തോടെയും ക്ഷമയോടെയും സഹകരിക്കാൻ മാത്രമേ ചെയ്യാനേ പറ്റത്തുള്ളൂ. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് കുറേശ്ശെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ തൈലം പൂശി എന്നും ജപമാലയ്ക്ക് ശേഷം മോളുടെ നെറ്റിയിലും നെഞ്ചിലും ഒക്കെ ഈ കാശിരൂപമൊക്കെ വെച്ചാണ് ഞാൻ കിടക്കാറുള്ളത്. കാര്യം മോളെന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ആരെടുത്തും ഈ കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. ഞാൻ ഈ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ബാത്റൂമിലോ ഒരു സ്ഥലത്ത് ഫുഡ് പോലും കഴിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മോളെ കൊണ്ട്. ഇപ്പം മോള് ഒരു കുഴപ്പവും ഇല്ല, എല്ലാവരുമായിട്ട് സഹകരിക്കും, എല്ലാവരുടെ മിണ്ടും. മറ്റേത് ആരെടുത്തും മിണ്ടത്തില്ല, അവളൊന്നും സംസാരിക്കത്തില്ല. ഇപ്പോൾ LKG പഠിക്കുന്ന ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ പോലും അവൾ വന്ന് നിൽക്കത്തില്ല. ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്ക് മറയും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവൾക്ക്. പക്ഷേ ഇപ്പം നന്നായിട്ട് ഞങ്ങൾക്ക് മാറി. അവൾ പൂർണ്ണ സൗഭാഗ്യം പ്രാപിച്ചതായി എനിക്ക് മാതാവ് കാണിച്ചു തന്നു. കാര്യം ഞാൻ എപ്പോഴും ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാത്രി കിടക്കുമ്പോഴും നമ്മളൊന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഇവൾ അങ്ങനെയായിരുന്നു. തിരിഞ്ഞു പോരുക നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉടൻ കരയും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ കാശിരൂപം മോളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇപ്പം നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ അവൾ സുഖമായി എഴുന്നേക്കാറുള്ളൂ. മറ്റേത് നമുക്ക് ഇടയ്ക്കൊക്കെ കൊച്ചുമോള് നിർത്താതെ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ശരിയായില്ല. 1.5 വർഷം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ കാണാത്തവരാരുമില്ല. നിസ്സാരമായിട്ട് അന്ന് തന്നെ ഞാൻ ചേൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കാശ് രൂപ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഇന്ന് എനിക്ക് മാതാവ് അത് സാധിച്ചു തരും.
എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി 3 സ്ഥലത്ത് പോയിട്ടും 3 സ്ഥലത്തും അത് പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ തിരികെ വിട്ട്. തിരിച്ച് ഇച്ചയും പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തും കൂടെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഈ കാശ് രൂപ ലോക്കറ്റും കൊണ്ട് ഇറങ്ങി തിരിച്ച് അപ്പോൾ ഒരു റിപ്പോർട്ട് വെച്ച് തന്നെ നമുക്കിത് ശരിയാക്കാം എന്ന ആൾ പറഞ്ഞ് തിരിച്ച് 8 ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ആ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. 1.5 വർഷം കൊണ്ട് സാധിക്കാത്തത് 1 നിമിഷം കൊണ്ട് മാതാവ് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനാണ്. മോൻ ഇതുപോലെ 2-3 ആഴ്ചയായിട്ട് പനിയായിരുന്നു. 102 ഡിഗ്രി പനിയൊക്കെ വന്നിട്ട് മോന് ഒരു കുറവുമില്ല. 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മോന് ഒരു മാറ്റവും ഇല്ല. മെഡിസിനൊന്നും കഴിഞ്ഞിട്ട് അതേപോലെ പനി നിൽക്കുന്നു. തിരിച്ച് ഞാൻ വിഷമിച്ച് വീട്ടിൽ വന്നു മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ നീ ഇതെനിക്ക് മാറ്റി തരണം, എനിക്കിത് മോൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും കാണരുത് എന്ന് പറഞ്ഞ് ജപമാലയ്ക്ക് ശേഷം ഞാനിവൻ്റെ നെറ്റിയിൽ ഈ തൈലം പൂശിയ ശേഷം മോൻ നന്നായിട്ട് വിറച്ചു. പക്ഷെ ഞാൻ ഓർത്തിത് പെട്ടെന്ന് ഇവന് എന്താ പറ്റിയത്, പനി കൂടിയിട്ടാണോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് ഷീറ്റ് എടുത്ത് മൂടി. മോനെ എന്താ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ മോന് ദേഹമൊക്കെ വേർത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പം അതിനുശേഷം 6-7 മാസമായി മോന് ഒരു അസുഖവും വരാറില്ല. മറ്റേ നമ്മൾ എല്ലാ ആഴ്ചയിലും തന്നെ ഹോസ്പിറ്റലിലായിരിക്കും കുട്ടികളെയും കൊണ്ട്. പക്ഷേ ഇപ്പം അങ്ങനത്തെ രോഗസൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഈശോയ്ക്ക് നന്ദി. ഞങ്ങൾക്ക് എന്താ മാതാവിനോട് എത്ര കോടി നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല. കാര്യം എൻ്റെ മോള് അത്രയ്ക്ക് ഇതായിരുന്നു. എൻ്റെ മോള് ഈ ഒരു അസുഖത്തിൽ നിന്ന് മാറ്റി തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യമായിട്ട് നമ്മളിപ്പം അനാഥാലയത്തിൽ ആഹാരങ്ങൾ കൊടുക്കുക, പിന്നെയെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, പിന്നെ കഴിയുന്നത് ദിവ്യബലിയിൽ പങ്കെടുക്കും, പിന്നെ കുമ്പസാരിക്കും. ഇതെല്ലാം ആത്മീയ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എപ്പോഴും ബൈബിൾ വായിക്കും. ബൈബിളെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ദിവസം പോലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് ബൈബിൾ വായിച്ചില്ലെങ്കിൽ അതെന്തോ എനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. അന്ന് എനിക്ക് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാറില്ല. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇന്നലെ തന്നെ രാത്രി 11 മണിയായിട്ട് മിച്ച എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബൈബിൾ വായിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. കാര്യം അതെനിക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. ഒരു നിമിഷം പോലും ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും നന്ദി പറഞ്ഞ് തന്ന ദൈവത്തിന് കോടാനുകൂടി നന്ദി ഞാൻ ആശംസിക്കുന്നു.